ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റാൻഡേർഡ് ഫിഫ്ത്തിലെ ഫിഫ്ത്ത് ചാപ്റ്റർ പാർട്ട് നമ്പർ അതിലെ 61ാമത്തെ പേജിലെ ചോദ്യോത്തരങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ സ്ക്വയർ വിത്ത് ഈ സൈഡ് 3 സെന്റിമീറ്റർ. ആദ്യം എന്ത് ചെയ്യണം? കുട്ടികൾ നോട്ട് ബുക്കിൽ ഒരു സ്ക്വയർ വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഓരോ സൈഡും എന്തായിരിക്കണം? 3 സെന്റിമീറ്റർ ആയിരിക്കണം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡിന്റെയും നീളങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. പിന്നീട് പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കലായിട്ട് ഇതാ ചിത്രത്തിൽ ഇവിടെ കാണുന്നത് പോലെ തന്നെ 1 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യുക? ഒരു ലൈന് താഴേക്ക് വരയ്ക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ചില ക്വസ്റ്റ്യൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ ഈസ് ദ സ്മോളസ്റ്റ് റെക്ടാങ്കിൾ. ഇവിടെ ഒരു സമചതുരമാണുള്ളത്. അതിന് 1 സെന്റിമീറ്ററിൽ ഒരു വെർട്ടിക്കലായിട്ട് വര വരയ്ക്കുമ്പോൾ ഇതൊരു റെക്ടാങ്കുലർ ആയിട്ട് മാറി. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഈ റെക്ടാങ്കുലറിന്റെ ഈ ഒരു ചെറിയ ഭാഗം ചതുരത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ സൈഡും എന്താണ്? 3 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഈ സൈഡിന്റെ നീളവും എന്തായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. അതിൽ 1 സെന്റിമീറ്റർ ആണ് വരച്ചത്. വേണമെങ്കിൽ ഞാനിവിടെ റഫായിട്ടൊന്ന് വരയ്ക്കുകയാണ്. ഇവിടെ വരച്ചിരിക്കുന്ന ഇത് എന്തായിരിക്കണം? 1 സെന്റിമീറ്റർ ആയിരിക്കണം. ഇവിടെയും 1 സെന്റിമീറ്റർ ആയിരിക്കണം. ഇപ്പോഴിത് എന്തായി മാറി? 3 പാർട്ടായിട്ട് മാറി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ഈ ഒരു പാർട്ട് എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 പാർട്ടിൽ ഒരു ഭാഗമാണ് ഇത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1/3 എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് 1/3. പിന്നീട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലാർജർ പാർട്ട്. അതായത് ലാർജർ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇതാണ് ലാർജർ പാർട്ട് വരുന്നത്. ഇത് 3 ഭാഗങ്ങളാക്കി തിരിക്കുമ്പോൾ അതിൽ 2 ഭാഗങ്ങളാണല്ലോ ഇത്. അപ്പോഴെന്തായിരിക്കും? 3ൽ 2 ഭാഗമായിരിക്കും ഈ ഒരു ഭാഗം. അതിന്റെ ആൻസറും നമുക്ക് കിട്ടി 2/3. കുട്ടികൾക്ക് മനസ്സിലായില്ലേ? ആദ്യത്തെ 1/3 ആയിട്ട് വരച്ചിരിക്കുന്ന ഭാഗത്തിന് എന്ത് ചെയ്യണം? റെഡ് കളർ കൊടുക്കണം. 2/3 ആയിട്ട് വരുന്ന പാർട്ടിന് ഗ്രീൻ കൊടുക്കണം. ഇവിടെ തന്നെ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട് അല്ലേ? 1/3 ആദ്യത്തെ പാർട്ട് 1/3 ആണ്. രണ്ടാമത്തെ പാർട്ട് 2/3 ആണ്. ആ 2 ഭാഗങ്ങളാണ് കളർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? കളേർഡ് 1/3 പാർട്ട് ഓഫ് വിത്ത് റെഡ്. ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? റെഡ് കൊടുത്തു. അടുത്തത് എന്താണ്? 2/3 പാർട്ടിന് എന്താണ് കൊടുക്കേണ്ടത്? ഗ്രീൻ ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എന്ത് ചെയ്തു? അടുത്ത പാർട്ടിന് ഗ്രീന് കൊടുത്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസറായി. പിന്നീട് ചോദിക്കുന്നത് എന്താണ്? ഈസ് ദർ എനി അതർ വേ ഡിവൈഡിങ് ദ സ്ക്വയർ ഇൻടു 1/3 ആൻഡ് 2/3? ഇതേപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ഈ സമചതുരത്തിനെ 1/3യും 2/3 പാർട്ടുമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യാം? ഞാനിവിടെ ഒരു സ്ക്വയർ വരയ്ക്കാം. ഇതിന്റെ ഈ സൈഡ് വരുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഇവിടെ വരുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഒരു 1 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യാം? നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ ഭാഗം എന്തായിരിക്കും? 1/3 ആയിരിക്കും. ഈ ഭാഗം എന്തായിരിക്കും? 2/3 ആയിരിക്കും. ഇതേ പേജിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതിന്റെ ഒരു സൈഡ് വരുന്നത് 3 സെന്റിമീറ്റർ ആണ്. മറ്റൊരു സൈഡ് വരുന്നത് 6 സെന്റിമീറ്റർ ആണ്. കളർ 2/3 ഓഫ് ഇറ്റ് വിത്ത് ഗ്രീൻ ആൻഡ് 1/3 വിത്ത് റെഡ്. ഇവിടെ ഞാൻ 2 രീതിയിലുള്ള പിക്ചറുകൾ വരച്ചിട്ടുണ്ട്. നമുക്ക് 2 തരത്തിൽ ഇത് വരയ്ക്കാൻ കഴിയും. പിക്ചർ 1, പിക്ചർ 2. ഇതിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാം. നീളം എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ 3 ഈക്വൽ പാർട്ടാക്കാൻ വേണ്ടി 2 സെന്റിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാമല്ലോ 6നെ 3 പാർട്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആൻസർ കിട്ടുന്നത് 2 ആണ്. സൈഡ് എന്ത് കൊടുക്കാം? 2 സെന്റിമീറ്റർ കൊടുത്ത് വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെയാണെങ്കിലോ 3 സെന്റിമീറ്റർ ആണ് വരുന്നത്. 3 സെന്റിമീറ്റർ വരുമ്പോൾ ഇതിനെ 3 ഭാഗമായിട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? 1 സെന്റിമീറ്റർ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതേപോലെ 1 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? റെഡ് ആൻഡ് ഗ്രീൻ കളർ കൊടുക്കുക. 61ാമത്തെ പേജിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. കുട്ടികൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം പിന്നീട് വീഡിയോയുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. അടുത്ത പാഠഭാഗവുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.